ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എനിക്ക് കൂടി സ്വാഗതം. ഇത് ചിരട്ട ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതാണെന്ന് നോക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ 2 ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. 2 വലിയ ചിരട്ട വേണം. ചിരട്ട സാധാ താഴെ ഭാഗമാണ് കൂടുതൽ വലിപ്പം വേണ്ടത്. മുൾഭാഗം ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുക. ഈ ചിരട്ടയുടെ പുറത്തുള്ള തുപ്പ് തൊലികൾ മുഴുവൻ നമ്മൾ മുറിച്ചുള്ള കത്തി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചിരണ്ടി കൊടുക്കണം. എന്നിട്ട് ഒരു നല്ല കോൺക്രീറ്റ് ആണിയോ അല്ലെങ്കിൽ സാധാ ആണി എടുത്തിട്ട് ഹോളാക്കി കൊടുക്കണം. ഈ ചിരട്ടയുടെ താഴെ ഒരു ഇരിപ്പ് ഉണ്ടാക്കണം. ഇരിപ്പിന് വേണ്ടിയിട്ട് ഒരു പഴയ ചിരട്ട ഇതുപോലെയുള്ള സാധാ നമ്മൾ ഒഴിവാക്കിയ ചിരട്ട എടുത്തിട്ട് കമ്പിയത്ത് വെച്ച് ലാമറോ ചെറിയ അമ്മക്കെല്ലാം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ പണ്ട് കളിക്കുമ്പോൾ ഉണ്ടാക്കുന്ന അടുപ്പ് പോലെ ഒരു മുകളിൽ വരുന്നുണ്ട്. ഹോള് താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുമ്പ് മുഴുവൻ തൊലി കളയാൻ വേണ്ടി ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അതുകൊണ്ട് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു. തൊലി എളുപ്പത്തിൽ അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചത്. ഞങ്ങൾക്ക് മുറിച്ചുള്ള കത്തി കൊണ്ട് കളയാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അതിന് ശേഷം ചിരട്ടയിലുള്ള എല്ലാ ഭാഗവും എടുത്ത ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയിട്ട് നല്ല സാധാ സെല്ലോ ടൈപ്പ് പ്ലാസ്റ്റർ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോവില്ല. എന്നിട്ട് നമുക്കൊരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചത് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിൽ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചത്. എന്നിട്ട് ഒട്ടിയ ശേഷം വീണ്ടും നമുക്ക് പ്ലാസ്റ്ററൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് വീണ്ടും ഏതെങ്കിലും ജോയിൻറ്റുകൾ ഒട്ടിക്കാൻ വിട്ട് പോയതുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി ചട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ജോയിൻറ്റുകളൊക്കെ ഒന്ന് വീണ്ടും പശ എടുത്ത് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അതിന് ശേഷം ഇതിൽ പെയിൻറ്റ് ചെയ്യാണ്. പെയിൻറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് കൂടുതലൊന്നും ഞാനിതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. സാധാരണ സിമ്പിളായിട്ടുള്ളൊരു കളയിലേ കളഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. 0.5ൻ്റെ ഒരു ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിച്ചത്. ക്യാമലിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ബ്ലൂ ഒന്ന് റെഡുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ചെയ്യുമ്പോൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബ്ലൂവിൻ്റെ കൂടെ റെഡ് കളറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. 2 ചട്ടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പെയിൻറ്റുകൾ വെച്ചിട്ട് വേറെ എന്തെങ്കിലും കളറായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനൊരൊറ്റ കളറേ യൂസ് ചെയ്തുള്ളൂ ഒരു ചട്ടിയിൽ. ഇതിൽ ചട്ടി കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം. 24 ഹവറാണ് ഈ ക്യാമലിൻ്റെ പെയിൻറ്റിൻ്റെ ടൈം. അതുകൊണ്ട് അത്രയും നേരം വെക്കുന്നുണ്ട്. 1 ഹവർ കഴിഞ്ഞ് ചട്ടി എടുത്ത് തീരെ ഒട്ടുമെന്നില്ല. നല്ല കളറ് നല്ല ലൈറ്റായിട്ട് കളറായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സാൻഡ് നിറക്കണം. അതിനുശേഷം നമുക്ക് ചെടി നട്ട് കൊടുക്കാം. ഒന്നും പെയിൻറ്റ് ഉള്ളിലേക്ക് ചെയ്തിട്ടില്ല. അത് സാധാരണ മണ്ണിട്ട് കൊടുക്കാനുള്ള അത്ര ഭാഗം മാത്രമേ ചെയ്യും. ഇതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണിച്ചത് വീഡിയോയിൽ കാണുന്നത്. ഇത് മുകൾ ഭാഗത്ത് 2 സൈഡിലായിട്ട് ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അതിലൂടെ കയറ് കോർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിന് താഴെ ഇരിപ്പ് ഒഴിവാക്കിയിട്ട് ബാക്കി മൊത്തത്തിലാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചെടി 3 കൂട്ടി ഫിക്സ് ചെയ്താണ്. ഓരോന്നായിട്ടും തൂക്കിയിട്ട് കാണാൻ ഭംഗിയുണ്ട്. 3 ആകുമ്പോൾ ഒരു പ്രത്യേക വലിപ്പം ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മണ്ണും ചാണകപ്പൊടിയാണ് ഇതിന് എടുത്തിട്ടുള്ളത്. ഈ ഹോളിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയൊരു കഷ്ണമോ അല്ലെങ്കിൽ ചെറിയ ടൈൽസിൻ്റെ പൊട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചെടുത്താലും ചെടിയുടെ തുപ്പ് എടുത്തിട്ട് അടിച്ചു കൊടുത്താലും കൂടുതലായിട്ട് പ്രശ്നമായിരിക്കില്ല. വെള്ളം ഒഴുകി പോകില്ല. അങ്ങനെ ചെടിക്ക് കുറച്ച് മണ്ണേ കൂടുതലുള്ളൂ. അതുകൊണ്ട് അതിനനുസരിച്ചുള്ളത് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.